കാസർഗോഡ് മുള്ളിയാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അക്കര ഫൗണ്ടേഷന്റെയും പിലാത്തറ ഇൻസ്പയറിന്റെയും നേതൃത്വത്തിൽ പയ്യന്നൂർ എടാട്ട് പ്രവർത്തിക്കുന്ന യുണീക്ക് ടാലന്റ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിംഗ് സെന്ററിലെ ആദ്യ ബാച്ചിലെ പഠനം പൂർത്തീകരിച്ച ഭിന്നശേഷിക്കാരുടെ ബിരുദാനന്തര ചടങ്ങ് പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കോളേജിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ആദ്യമായി നടന്ന പരിപാടിയായിരുന്നു ഇത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കാസർഗോഡ് മുളിയാർ ആസ്ഥാനമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അക്കര ഫൗണ്ടേഷൻ. 2018 പ്രവർത്തനമാരംഭിച്ച അക്കര ഫൗണ്ടേഷൻ സമൂഹത്തിലെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന അംഗങ്ങളുടെ ഉന്നമനത്തിനായി മാനസിക ആരോഗ്യ സാമൂഹിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. അക്കര ഫൗണ്ടേഷൻ ട്രസ്റ്റ് മാനേജർ എൻ മുഹമ്മദ് യാസിർ സ്വാഗതവും ട്രസ്റ്റ് ട്രഷറർ ഫസലിൻ അക്കര അധ്യക്ഷതയും വഹിച്ച പരിപാടി കണ്ണൂർ ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർ ബിജു പി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി എന്ന് പറയുന്ന ഇന്നിപ്പം ഭിന്നശേഷി എന്ന് പറയുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അതിനെ പല രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡിസബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇവിടെ അക്കര ഫൗണ്ടേഷന്റെ മാനേജർ യാസർ സംസാരിച്ച സമയത്ത് ഉപയോഗിച്ച പല വാക്കുകളും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും പുതിയതായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏർലി ഇന്റർവെൻഷൻ, അല്ലെ, ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് പദങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് പെട്ടെന്ന് അത് ദഹിക്കാൻ പറ്റില്ല. അത് ഉണ്ടാവാൻ കാരണം ഭിന്നശേഷി എന്ന് പറയുന്ന മേഖലയിൽപ്പെട്ട വ്യക്തികളെ നമ്മൾ മോശം പദാവലികൾ ഉപയോഗിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ലീഗലി സ്പീക്കിംഗ് ആൻഡ് മോറലി സ്പീക്കിംഗ് രണ്ട് തരത്തിലും ഡിസബിലിറ്റി ഉള്ള വ്യക്തികളെ നമ്മൾ ആ വ്യക്തിയായിട്ടല്ല പല കാലങ്ങളിലും കണ്ടുകൊണ്ടിരുന്നത്. പകരം അവരുടെ ഡിസബിലിറ്റിയെ, അവരുടെ വൈകല്യത്തെ കൂടുതലായി ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള പദങ്ങളായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കണ്ണ് കാണാത്ത ഒരാളെ പണ്ട് കണ്ണുപൊട്ടൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ, വികലാംഗനായ ഒരാളെ, ഒരു മുടന്ത് നടക്കുന്ന ഒരാളെ നമ്മൾ അങ്ങനെ പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് എന്ന് പിന്നീട് നിയമത്തിനെ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങൾ കൊണ്ടും നമ്മളെ പഠിപ്പിക്കേണ്ടി വന്നു. കണ്ണൂർ രൂപത ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുന്തല അനുഗ്രഹീത പ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിജു CP, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന എന്നിവർ മുഖ്യാതിഥികളായി. കോളേജ് മാനേജർ റവറന്റ് ഫാദർ രാജൻ ഫൗസ്റ്റോ, ക്ലാരൻസ് പാലിയാത്ത് മോൺസിഞ്ഞോർ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഡെന്നി ഫിലിപ്പ്, യുണീക്ക് ടാലന്റ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിംഗ് സെന്റർ അഡ്വൈസറി അംഗം ബഷീർ എടാട്ട്, വൊക്കേഷണൽ സെന്റർ വർക്കിംഗ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ CM, അക്കര ഫൗണ്ടേഷൻ ട്രസ്റ്റി ഫരീദ അസീസ്, യുണീക്ക് ടാലന്റ് പരിശീലന കേന്ദ്രം വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റി കേണൽ പത്മനാഭൻ P, പിലാത്തറ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സദാനന്ദൻ AK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിലെ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ 19ഓളം ഭിന്നശേഷിക്കാരുടെ ബിരുദാനന്തരവും പിലാത്തറ ലയൺസ് ക്ലബിന്റെയും ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ പ്രവീൺ മണ്ണാരത്ത് സ്പോൺസർ ചെയ്ത സ്കോളർഷിപ്പ് തുകയുടെ വിതരണവും വിശിഷ്ട വ്യക്തികൾ ചേർന്ന് നിർവഹിച്ചു. 2024 ജനുവരി മാസം മുതൽ പയ്യന്നൂർ എടാട്ട് പ്രവർത്തനമാരംഭിച്ച യുണീക്ക് ടാലന്റ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിംഗ് സെന്റർ അക്കര ഫൗണ്ടേഷന്റെ സ്കിൽ ട്രെയിനിംഗ് പ്രോജക്റ്റാണ്. 18-നും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 20 ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് PSC അംഗീകൃത സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ സർട്ടിഫിക്കറ്റോടു കൂടിയ ഡാറ്റ എൻട്രി ആൻഡ് എംപ്ലോയബിലിറ്റി സ്കിൽ ട്രെയിനിംഗ് കോഴ്സിൽ തൊഴിൽ പരിശീലനം നൽകുകയും തുടർന്ന് വിവിധ സ്ഥാപനങ്ങളിൽ ട്രെയിനിംഗ് പ്ലേസ്മെന്റ് നൽകുകയും ചെയ്യുന്നു. 6 മാസ കാലാവധിയുള്ള കോഴ്സിലൂടെ ഭിന്നശേഷിക്കാരായ യുവാക്കളെ ശാക്തീകരിക്കുക, പ്രൊഫഷണൽ ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക, 100% തൊഴിൽ പ്ലേസ്മെന്റ് ഉറപ്പാക്കുക എന്നതാണ് പ്രൊജക്ടിന്റെ ലക്ഷ്യം. വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ കോർഡിനേറ്റർ രേവതി KV കുട്ടികളുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുകയും ചടങ്ങിന് നന്ദി പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.